ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയില്ല എങ്കിൽ നരകത്തിന്റെ തീക്കോഴിയിൽ തള്ളിയിടുമെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഞങ്ങളിതാ നിങ്ങളുടെ മുമ്പാകെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് സ്വർഗത്തിലെത്താമെന്ന പ്രതീക്ഷയോടെ സ്വർഗത്തിന്റെ വാതിൽക്കലെത്തിയ ഒരു കൊച്ചു ത്രേസ്യ. കാണുക കൊച്ചു ത്രേസ്യയുടെ സ്വർഗം. തന്നെ വഴി. എങ്ങോട്ടാണെന്നോ? ഇത് നല്ല ചോദ്യം. സ്വർഗത്തിലേക്ക്. പാസോ? ഹൗ, ഇവിടെ റേഷൻ കാർഡിന് എന്താ ഒരു വെയിറ്റ്. പാസൊന്നുമില്ല. എന്റെ കയ്യില് പാസൊന്നുമില്ല. അങ്ങനെ വിളി. ഇത് നേരത്തെ പറയണ്ടേ? മോനെ പത്രോസേ, നമസ്കാരം. ഈ ചേട്ടത്തിക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള പാസിംഗ് ലിസ്റ്റ്. ചേട്ടത്തിയുടെ പേരെന്താ? മനസ്സിലായില്ലേ? ഞാൻ ആനമൂട്ടിൽ പീലിയുടെ ഭാര്യ കൊച്ചു ത്രേസ്യ. അയ്യോ, ഇതിപ്പോ കഷ്ടമായല്ലോ. ഇപ്പൊ എന്നാ ചെയ്യാം? ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. മോളേതാ? എന്റെ പേര് കടത്തിൽ ജോസ്. കടത്തിൽ ജോസ്? അല്ല, എന്ത് പറ്റി ഇത്ര ചെറുപ്പത്തിലെ സുന്ദരിക്കുട്ടി ഇങ്ങനെ പോന്നേ? എന്ത് പറയാനാ, 5 വർഷമായിട്ട് ക്യാൻസർ, ലങ് ക്യാൻസർ ആയിട്ടാണ്. അത് കഷ്ടമായി. അങ്ങനെ പോയാലെങ്ങനെ? ആ കാണുന്നതാണ് വിശുദ്ധ പത്രോസ്. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പാസ് കിട്ടിയാലേ അങ്ങോട്ട് പോകാൻ പറ്റും. ജോസ്, നിന്റെ കഷ്ടതകളും ക്ഷമയും ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകാര്യമായിരുന്നു. എനിക്ക് സ്വർഗത്തിലേക്ക് പോകാം. മോനെ, ഈ ചേട്ടത്തിന്റെ പേര് ഒന്നുകൂടെ ഒന്ന് നോക്കിയേ. ഇല്ലേ, ചേട്ടത്തിന്റെ പേര് ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ അവിടുത്തെ പരിപാടി ഒന്നും കഴിഞ്ഞു കാണുകയില്ല. അതെങ്ങനാ മാത്തൂട്ടി അമേരിക്കയിൽ നിന്ന് വരാൻ നാളെ കേൾക്കുകയല്ലേ? ഓസ്ട്രേലിയയിൽ നിന്ന് ജെയിംസ് ഊട്ടിയും വരികയല്ലെന്നേ. ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ മോനെ, അമ്മച്ചിയാണ്. ഹലോ, കേക്കാവോ? അമ്മച്ചിയാണോ മോനെ? ചിന്നൂട്ടിയോ? എന്റെ മക്കൾക്കൊക്കെ എന്നോട് എന്നാ സ്നേഹം. 5 അച്ഛന്മാരെ കിട്ടില്ലല്ലോ, മെത്രാനച്ഛനെ കിട്ടുന്നില്ലോ. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, മെത്രാനച്ഛൻ വരാതെ എന്റെ ഷർട്ട് തൊട്ട് പോയില്ലെന്ന്. പിന്നെ മക്കളും മരുമക്കളും എല്ലാരെയും കരയുന്നില്ലേടാ. പിന്നെ അന്തോണി കുട്ടിയുടെ ഭാര്യ മഹാ കള്ളിയാ. അവയ്ക്ക് ആ കഴുത്തിൽ തൊടം വെച്ചു കൊടുത്തിട്ട് കരയാൻ പറ അവളോട്. പിന്നെ സിനിമ പിടിക്കണം. എന്റെ ഫോട്ടോ വെച്ച ഫ്ലെക്സേ അത് കവളി വെച്ചിട്ടില്ലേ? ശരി ശരി. പിന്നെ മോനെ, മൈക്ക് സെറ്റ് പിടിപ്പിക്കണം. 4 ആള് കേക്കട്ടടാ. മോനെ, അമ്മച്ചി വെക്കുവാടാ. ശരി ശരി, ഓക്കെ ഓക്കെ. എന്താ പറയാനാ
കേസിൽ പെട്ടതാ. അപ്പൊ കള്ളനല്ലേ? അതെന്റെ തൊഴിലാ. എന്നിട്ട് എന്ത് പറ്റി ഇങ്ങോട്ട് പോന്നേ? ഒരു അമേരിക്കക്കാരന്റെ വീട്ടിൽ കയറിയതാ കക്കെടുക്കാൻ. എന്നിട്ട് അപ്പൊ ഒരു അമ്മച്ചിയുടെ കഴുത്തിൽ 5 പവന്റെ താലിമാല അത് പൊക്കാൻ കയറി. എന്നെ പോലീസ് പിടിക്കുന്ന എനിക്ക് ഓർമ്മ. ആഹാ, അപ്പൊ നീയല്ലേ എന്റെ വീട്ടിൽ കയറിയ കള്ളൻ? നിനക്കിട്ട് ഞാൻ നിങ്ങൾക്ക് നരകത്തിലേക്ക് പോകാം. നരകത്തിലേക്കോ? അല്ലടാ, സ്വർഗത്തിലേക്ക്. ഞാൻ പോകില്ല. എനിക്ക് ഈ ചെറുത്തമാരെ കാണുമ്പോഴാ വല്ല കൈക്കൂലി കൊടുക്കാന്ന് വിചാരിച്ച ബാങ്കിലാ. താലിമാല വരെ മക്കൾ എടുത്തോണ്ട് പോയില്ലേ? മോനെ പത്രോസേ, ചേർത്തിയുടെ പേര് ഒന്നുകൂടെ ഒന്ന് നോക്കിയേ. ഇല്ലേ, ചേട്ടത്തിയുടെ പേര് ഇതുവരെ വന്നിട്ടില്ല. അയ്യോ അയ്യോ, ഇളകി, ചേട്ടത്തിയുടെ ഗ്യാസ് ഇളകി. മോനെ, ചേച്ചിയുടെ പേര് വേഗം പിടിച്ചേ. വേഗം വിളിക്കോ. അല്ല പത്രോസേ, ഇവിടെ നിന്ന് എന്താ പണി? എന്താ കാര്യം? അല്ല, ഒരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ടേ, അതാ. അല്ല, ഇതിപ്പോ എന്താ ഒരുമിച്ച്? ഞങ്ങൾ ഒരുമിച്ചാ മരിച്ചത്. ഇതിപ്പോ എങ്ങനെയാ ഒരുമിച്ച് മരിക്കുന്നേ? വല്ല ഭൂകമ്പോ സുനാമിയോ വല്ലതും വന്നോ? ഞായറാഴ്ച പള്ളി പോവാതെ 2 പേർക്ക് അവധിയായതുകൊണ്ട് പിള്ളേരെ കൂട്ടി സിനിമയ്ക്ക് പോയതാ. അപ്പം വണ്ടി ആക്സിഡന്റ് ആയിട്ട് ഞങ്ങൾ മരിച്ചു. നീ ഞായറാഴ്ച പള്ളി പോവാതെ സിനിമയ്ക്ക് പോകണി? ആ, മക്കളെ, നിഷ്കളങ്കരായ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. സ്വന്തം മക്കളെ നല്ല മാതൃകയിൽ വളർത്താതെ തിരുസഭയുടെ കൽപ്പനകൾ അനുസരിക്കാതെ നിങ്ങൾക്കും നരകത്തിലേക്ക് പോകാം. മോനെ പത്രോസേ, ചേട്ടത്തിയുടെ പേര് മോൻ ഒന്നുകൂടെ ശരിക്കും നോക്കി. അവിടെ ഉണ്ട്. ഇല്ലേ, ഇതുവരെ വന്നിട്ടില്ല. അയ്യോ, എന്റെ ഇച്ഛായൻ. ഞാൻ യേശുവാണ് മകളെ. നീ ജീവനോടെ ഇരുന്നപ്പോൾ ചെയ്ത തെറ്റുകൾക്ക് സ്വർഗത്തിന്റെ വാതിൽ നിന്റെ നേരെ അടഞ്ഞു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ആരെയും പിടിച്ചു പറിച്ചിട്ടില്ല. മകളെ, നീ ഭൂമിയിലായിരുന്നപ്പോൾ അസൂയപ്പെടുകയും ഏഷണി പറയുകയും വിശുദ്ധ ജീവിതം നയിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ മകളെ, നിന്റെ ആത്മാവിനെ ഓർത്ത് ഞാൻ ദുഃഖിച്ചു. പിതാവേ, എന്റെ പേര് നിത്യജീവിതത്തിന്റെ പുസ്തകത്തിൽ വരാൻ ഞാൻ എന്ത് ചെയ്യണം? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതുവരെ നിനക്കായി ശുദ്ധീകരണ സ്ഥലം ഒരുക്കിയിരിക്കുന്നു. നിത്യമായ പ്രാർത്ഥനയും പരിഹാര പ്രവർത്തികളും വഴി ഒരു നാൾ നിനക്ക് നിത്യജീവൻ ലഭ്യമാകും.